ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം നാളെ ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് സമ്പൂർണ്ണ വാർത്താ സമ്മേളനം. വോട്ടെടുപ്പ് 7 ഘട്ടങ്ങളായെന്നാണ് സൂചന. ആന്ധ്ര, അരുണാചൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതിയും പ്രഖ്യാപിക്കും. ഇന്ന് ചേർന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ യോഗത്തിലാണ് തീയതി സംബന്ധിച്ച അന്തിമ തീരുമാനത്തിലെത്തിയത്. ആർ രാധാകൃഷ്ണൻ വിശദാംശങ്ങളുമായി. ആർക്കെ, അങ്ങനെ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് ഒരുക്കത്തിലേക്ക് കടക്കേണ്ടുന്ന സാഹചര്യം എത്തുന്നു. നാളെ അറിയാം തീയതികൾ. അത് എത്ര ഘട്ടമായി ഉള്ളതിന്റെ എന്തെങ്കിലും സൂചനകളുണ്ടോ? മെയ്യോടെ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കി ജൂണിൽ പുതിയ സർക്കാർ അധികാരമേൽക്കുന്ന തരത്തിലാകണമല്ലോ. തീർച്ചയായിട്ടുമാണ് അനുജയ്. കാരണം ഈ ലോക്സഭയുടെ കാലാവധി അവസാനിക്കുന്ന തീയതിക്ക് മുമ്പായി തന്നെ ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയിരിക്കണം എന്ന സാഹചര്യം ഉള്ളത് കൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ആ വിധത്തിൽ ഈ സമയക്രമം ചിട്ടപ്പെടുത്തിയേ മതിയാകൂ. മാത്രമല്ല, ഇപ്പോൾ തന്നെ വൈകിയിരിക്കുകയാണ്. കഴിഞ്ഞ തവണ മാർച്ച് 10-നാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുകയും അതിനനുബന്ധമായിട്ടുള്ള പ്രചരണ പരിപാടികളൊക്കെ നടക്കുകയും ചെയ്തത്. കഴിഞ്ഞ തവണ ഈ സ്ഥാനാർത്ഥികളെ പോലും പാർട്ടികൾ തീരുമാനിച്ചത് ഈ തീയതി പ്രഖ്യാപിച്ചതിന് ശേഷമാണ്. പക്ഷേ ഇത്തവണ സ്ഥാനാർത്ഥികൾ ഏതാണ്ട് ഒക്കെ ആയിക്കഴിഞ്ഞു. മിക്കവാറും എല്ലാ പ്രധാനപ്പെട്ട പാർട്ടികൾക്കും പകുതിയോളം സ്ഥാനാർത്ഥികളെങ്കിലും അവർ പ്രഖ്യാപിക്കുന്ന ഒരു രീതിയിലേക്കൊക്കെ എത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ കൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംബന്ധിച്ച് ഇനി കൂടുതൽ സമയം അവരുടെ മുന്നിൽ ഇല്ല. അതുകൊണ്ട് തന്നെ ഇന്ന് 2 പുതിയ കമ്മീഷണർമാർ ചുമതലയേറ്റു. അതിന് തൊട്ടു പിന്നാലെ തന്നെ ഈ സമിതിയുടെ യോഗം, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ യോഗം ചേർന്നു. ഇന്നലെ വരെ ഏകാംഗമായിരുന്നെങ്കിൽ ഇന്ന് സമ്പൂർണ്ണ കമ്മീഷൻ യോഗമാണ് നടന്നത്. ആ യോഗത്തിലാണ് നാളെ രാവിലെ തീയതി തീരുമാനിച്ചു. അതടക്കമുള്ള കാര്യങ്ങൾ ഉള്ള വിഷയങ്ങൾ മുന്നിലേക്ക് എത്തി. അക്കാര്യങ്ങളിൽ നാളെ രാവിലെ അന്തിമ തീരുമാനം കൈക്കൊണ്ട് ഉച്ചയ്ക്ക് 3 മണിക്ക് വാർത്താ സമ്മേളനത്തിൽ പ്രഖ്യാപിക്കാം എന്നുള്ളതാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇതനുസരിച്ചിട്ടുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യം, രാജ്യത്തെ സംബന്ധിച്ച് 2029 ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നടത്തണം എന്ന വിധത്തിലുള്ള നിർദ്ദേശം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മാത്രമായിട്ട്, അഥവാ ചില ലോക്സഭാ തെരഞ്ഞെടുപ്പും അഥവാ നിയമസഭാ തെരഞ്ഞെടുപ്പും ഒന്നിച്ചല്ലാതെ നടക്കുന്ന അവസാനത്തെ തെരഞ്ഞെടുപ്പ് എന്ന രീതിയിലാകാനും ഈ തെരഞ്ഞെടുപ്പിന് സാധ്യതയുണ്ട്. അതുകൊണ്ട് അതടക്കമുള്ള കാര്യങ്ങളൊക്കെ വിലയിരുത്തിയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഒപ്പം ചില സംസ്ഥാന നിയമസഭകളിലെ തെരഞ്ഞെടുപ്പ് നടക്കേണ്ടതുണ്ട്. അത് ഈ അരുണാചൽ പ്രദേശിലേത്, ഒഡീഷയിലേത്, ആന്ധ്രാപ്രദേശിലൊക്കെയുള്ള സംസ്ഥാന നിയമസഭകളിലെ തെരഞ്ഞെടുപ്പ് കൂടി നടക്കേണ്ടതുണ്ട്. ആ തെരഞ്ഞെടുപ്പ് ക്രമീകരണങ്ങൾ സംബന്ധിച്ചിട്ടുള്ള വിലയിരുത്തലും നടത്തിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും പ്രഖ്യാപനം മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ നിർവഹിക്കുക. തീയതി സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ കമ്മീഷൻ തീരുമാനിച്ചിട്ടുണ്ട്. പരിഗണിക്കുന്നത് 7 ഘട്ടങ്ങളിലായിട്ട് തെരഞ്ഞെടുപ്പ് നടത്താനായിട്ടാണ്. അത് ഈ വിന്യാസം വളരെ കൃത്യമായിട്ട് പാലിക്കുന്ന വിധത്തിൽ ചില സംസ്ഥാനങ്ങളിൽ ഒന്നിലധികം ഘട്ടങ്ങളിലായിട്ട് 7 ഘട്ടവും തെരഞ്ഞെടുപ്പുള്ള സംസ്ഥാനങ്ങളുണ്ട്. ഉത്തർപ്രദേശിനെ പോലെയുള്ള സംസ്ഥാനങ്ങൾ ഉണ്ടാകും. ബംഗാളിനെ പോലെയുള്ള സംസ്ഥാനങ്ങൾ, മഹാരാഷ്ട്രയെ പോലെയുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ഒന്നിലധികം ഘട്ടങ്ങളിലായിട്ടായിരിക്കും തെരഞ്ഞെടുപ്പ് ഉണ്ടാവുക. കേരളത്തെ പോലെയുള്ള സംസ്ഥാനങ്ങളിൽ സ്വാഭാവികമായിട്ടും ഒറ്റഘട്ടമായിട്ട് ഇത്തവണയും തെരഞ്ഞെടുപ്പ് നടത്താനായിട്ടുള്ള നീക്കമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് ഉള്ളത്. എല്ലാ വിധത്തിലുള്ള ഒരുക്കങ്ങളും സുരക്ഷ അടക്കമുള്ള കാര്യങ്ങളും ഒക്കെ അവസാന ഘട്ടത്തിൽ നടത്തിയ വിലയിരുത്തലിൽ ക്രമീകരണങ്ങൾ പൂർത്തിയായി എന്ന ഒരു നിഗമനമാണ് കമ്മീഷന് മുന്നിൽ ഉള്ളത്. ആർക്കെ, ഇതിൽ ജമ്മു കശ്മീരിന്റെ കാര്യത്തിൽ ഒറ്റ തെരഞ്ഞെടുപ്പിനുള്ള സാധ്യതയുണ്ട് എന്ന റിപ്പോർട്ടുകളൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു. അഭ്യൂഹങ്ങളാകാം ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് സംസ്ഥാനങ്ങളുടെ കാര്യത്തിൽ, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന സംസ്ഥാനങ്ങളുടെ കാര്യത്തിൽ ഉള്ള വിലയിരുത്തൽ അതത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ കൂടി അടിസ്ഥാനത്തിൽ ഇന്ന് ഈ ആദ്യം ചേർന്ന യോഗത്തിന് ശേഷം വീണ്ടും നടന്നിരുന്നു. ആ യോഗവും പൂർത്തിയായിട്ടുണ്ട് അനുജയപ്പോൾ. നാളെ 3 മണിക്ക് അറിയാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് തീയതികൾ എങ്ങനെയാണ്, എപ്പോഴാണ് എന്നൊക്കെയുള്ളത്. 7 ഘട്ടമായി നടത്താനുള്ള സാധ്യതയാണ്. കേരളത്തിൽ അത് ഒറ്റഘട്ടം കൊണ്ട് തന്നെ പൂർത്തിയാകാൻ ഉള്ള സാധ്യതയുണ്ട് എന്നതുമാണ് ആർ രാധാകൃഷ്ണൻ നൽകിയ വിവരം.